പിന്നെ എൽസിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്റെ മറ്റൊരു തിയറി ഇതാണ്. ഈ ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് ലിയോ, എലിസ, ഹരോൾഡ് ആന്റണി കൂടാതെ അവിടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഒരു 20 വയസ്സുള്ള ഒരു പയ്യൻ. അവന്റെ പേര് അലക്സ് ഹരോൾഡ്. ഹരോൾഡ് ദാസിന്റെ മകനാണ് അലക്സ്. ആ ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ആ പയ്യനും തെറിച്ച് വെളിയിൽ വീഴുകയാണ്. അതിനുശേഷം അലക്സിനെയും ലിയോയെയും ആന്റണിയും ഹരോൾഡും കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് വർഷത്തിന് ശേഷം ലിയോയെ അവർ കണ്ടെത്തി. ലിയോയെ കണ്ടെത്തിയ ആന്റണിയെയും ഹരോൾഡിനെയും ലിയോ തീർക്കുന്നു. അവരെ തീർത്തിട്ട് വീട്ടിലെത്തിയ ലിയോയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് വിക്രമിന്റെ ആണെന്ന് നമുക്കറിയാം. അതിനുശേഷം ലിയോയ്ക്ക് ഒരു കൊറിയറും വന്നു. ആ ബോക്സിൽ ഫ്രം അലക്സ് ഹരോൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ട ലിയോ ആ ഗിഫ്റ്റ് തുറന്നു നോക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അതൊരു എക്സ്പെൻസീവ് വാച്ചാണ്. ആ വാച്ച് കയ്യിലെടുത്ത് ലിയോ തന്റെ മുഖത്തിന് നേരെ കൊണ്ടുവരുന്നു. ആ വാച്ചിന്റെ ബ്രാൻഡ് നോക്കുന്ന വിജയ് കാണുന്നത് റോളക്സ് എന്നാണ്. ശേഷം റോളക്സ് വാച്ചും ലിയോയും നേർക്കുനേർ നിൽക്കുന്ന ഷോട്ട് കാണിച്ചുകൊണ്ട് പടം അവസാനിപ്പിക്കണം. അതായത് ഇനി വരാൻ പോകുന്നത് റോളക്സ് വേഴ്സസ് ലിയോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഭൂരിഭാഗം എൽസിയു ഫാൻസും ആഗ്രഹിച്ചിരുന്നത്.